മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ.
അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി അകാലത്തിൽ
നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം സഹചാരിയും സ്നേഹിതനും പ്രിയ മനോജൻ, എനിക്ക് സംസാരിക്കുമ്പോൾ സന്തത സഹചാരി എന്ന് പറയുമ്പോൾ താങ്ങാനാവുന്നതിലും അപ്പുറം ദുഃഖത്തോടു കൂടിയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുട്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ മാന്യ വ്യക്തിത്വങ്ങൾ എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. കാരണം വാക്കുകൊണ്ടും ഒരു നോട്ടം കൊണ്ടും സ്നേഹം മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ഒരു മാന്യ വ്യക്തി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൺമുൻപിലൂടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഏതോ കടകളിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. വിശ്വസിക്കാനാവുന്നില്ല. CSDS എന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഈ തൊടുപുഴ താലൂക്കിൽ അങ്ങോളം ഇങ്ങോളം കുടുംബയോഗങ്ങളെ രൂപീകരിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച് തികഞ്ഞ ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കറിയാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ മാന്യ വ്യക്തികൾക്കും ധാരാളം അനുഭവം അദ്ദേഹവുമായിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എൻ്റെ സന്തത സഹചാരി. സത്യത്തിൽ എൻ്റെ ഒരു വശം, ഒരു കൈ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സ്ഥിരം രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ കടയിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വൈകിട്ട് 5:30 മണിക്ക് ഞങ്ങൾ പിരിഞ്ഞില്ല. അദ്ദേഹം കടയിലുണ്ട്. ഈ അടുത്ത ദിവസം വാഹനം ഒന്ന് മാറ്റി വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ടയർ മോശമാണ്. എന്നോട് പറഞ്ഞ് എനിക്കൊരു കട്ടട്ടയറിടാം. ഞാൻ പറഞ്ഞത് വേണ്ട, നമുക്കത് മുതലാവില്ല, പുതിയ ടയറിടാം. പുതിയ ടയറിന് ഓർഡറും കൊടുത്തു. എന്നോട് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാം. ഞാൻ പറഞ്ഞു നാളെ ടയർ വരട്ടെ, ഗൂഗിൾ പേ ചെയ്യാം. ഞാൻ ടൗണിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നപ്പോൾ അദ്ദേഹം പോയി. ഞാൻ പറഞ്ഞു നാളെ എനിക്കൊരു യാത്രയുണ്ട് കോതമംഗലത്തിന്, ഞാനും കൂടി വരാം. കാരണം ഒപ്പമുണ്ട്, ഞാൻ വന്നു കഴിയുമ്പോൾ പറയാം. ഞാൻ മുട്ടത്ത് 11:30 തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഒട്ടും കേൾക്കാൻ പറ്റാത്ത ആ ഒരു വാക്കാണ് കേട്ടത്. അതെന്നെ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നും പ്രിയ മനോജിന്റെ ആ മുഖം എല്ലാവരുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഭാര്യ, കുഞ്ഞുകുട്ടികൾക്കും എല്ലാവരുടെയും അഗാധമായ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് 1000 സ്നേഹപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജെസി സതീഷിനെ സ്നേഹപൂർവ്വം. നമ്മുടെ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മൾ മനോജിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മനോജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നാടിൻ്റെ ഒരു പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമായിരുന്നു മനോജ്. എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗമ്യതയോടും കൂടി ഇടപെടുന്ന മനോജിൻ്റെ വേർപാട് നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. മനോജിനെ പറ്റി നമുക്കെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമേ പറയുവാനുള്ളൂ. ഈ അവസരത്തിൽ മനോജിൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടം വളരെ വലുത് തന്നെയാണ്. മനോജിൻ്റെ ഈ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.
ശ്രീ കുഞ്ഞൻ ബിജു DCC മെമ്പർ. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായ ശ്രീ മനോജിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജോർജറ്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെ, മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് അടക്കം CSDSന്റെയൊക്കെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, വളരെ ജോർജറ്റ് പറഞ്ഞതുപോലെ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒരു സഹോദരനെ പോലെ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു ഹർത്താലിൽ പോലും തലേ ദിവസവും പിറ്റേ ദിവസവുമായി ഞങ്ങളോടൊക്കെ ഒപ്പം വളരെ വീറുറ്റ മുദ്രാവാക്യങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി ഒരു നാടിനു വേണ്ടി നടന്നയാണ്. എനിക്ക് വളരെ ശൈശവദശ, പ്രത്യേകിച്ച് 10-14 വയസ്സ് മുതൽ മനോജിനെ അറിയാം. വളരെ ചെറുപ്പം മുതൽ സൗഹൃദമായിരുന്നു. ഇടയ്ക്ക് CSDSന്റെ ഒരു നേതാവായി അദ്ദേഹമായിട്ട് ഒരുപാട് ദളിത് മേഖലയിലെ വിഷയങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുട്ടത്തെ ഹെഡ്ലോഡ് വർക്കറായി INTUCയിൽ ഞാൻ ചേർത്ത് നമ്മുടെ കൂടെയൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തലേ ദിവസം ഒരു 3 സന്ദേശങ്ങളാണ് അദ്ദേഹം മൊബൈലിൽ ഫേസ്ബുക്കിലൂടെ വിട്ടത്. എന്നോട് ചില ആളുകൾക്ക് പരിഭവവും പിണക്കവും ഉണ്ട്. എന്നാൽ ചില ആളുകൾക്ക് എന്നോട് വളരെ ഊഷ്മളമായ സ്നേഹമുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, ദ ലാസ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് എന്റെ അവസാന പ്രതീക്ഷയാണ് എന്ന തരത്തിലൊരു ഇംഗ്ലീഷ് വാക്യം. അങ്ങനെ 3 സന്ദേശങ്ങളാണ്. അതിലേക്ക് ജീവിതത്തിൽ അതികഠിനമായ എന്തോ ദുഃഖമോ, അത് ശാരീരികമാകാം അല്ലെങ്കിൽ മാനസികമാകാം, അങ്ങനെ അത് കഠിനമായ ഒരു ദുഃഖം പേറുന്ന ഒരാളുടെ സന്ദേശങ്ങൾ പോലെ നമുക്ക് വായിക്കാൻ തോന്നും. പലപ്പോഴും ജോർജറ്റ് പോലെയുള്ള ആളുകളുടെയൊക്കെ അടുത്ത് രാവിലെയും സായന്ത്രങ്ങളിലുമൊക്കെ മണിക്കൂറുകളായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്റെയൊക്കെ കൂടെ കൂടിയാലും വൈകിട്ട് ഏതെങ്കിലും കടത്തിണ്ണയിലോ ഓട്ടോറിക്ഷയിലോ വളരെ നേരെ ഇരിക്കും. ഈ അടുത്ത കാലത്തായി പലപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. നാടിനോട്, നാട്ടിലെ ആളുകളോട്, തന്റെ തൊഴിലിനോട് ഏറെ ആത്മാർത്ഥത പുലർത്തുന്ന മനോജിന്റെ വിയോഗം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലും അദ്ദേഹത്തിന്റെ കൂടെ പണിയെടുക്കുന്ന വിവിധ തലങ്ങളിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കും കുഞ്ഞുകുട്ടികൾക്കും ഭാര്യയ്ക്കും ഇങ്ങനെ ഒരു വേർപാട് ഒരിക്കലും നിലച്ചിരിക്കാത്ത ഒരു വേർപാട്. അപ്പോ അങ്ങനെ നിലച്ചിരിക്കാത്ത ഒരു വേർപാടുണ്ടാക്കുന്ന ദുഃഖം കഠിനമാണ്. അപ്പോൾ ആ കരള് പിടയുന്ന ദുഃഖത്തോടു കൂടിയാണ് അവരെല്ലാവരും അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എത്രയോ ഉച്ചത്തിലുള്ള നിലവിളിയൊക്കെ നമുക്ക് നമ്മുടെ കണ്ണു പോലും ഉയർന്നണിയിക്കുന്ന തരത്തിലുള്ള ഹൃദയഭേദകമായ രംഗങ്ങൾ നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവന്റെ ഒരു വിയോഗം കൂടിയാവുമ്പോൾ ഉള്ള തേങ്ങിപ്പോകുന്ന ഒരു മനസ്സുമായിട്ടാണ് നമ്മൾ ഇന്നലെ മുതൽ ഇന്ന് ഈ സംസ്കാര ചടങ്ങിന് ശേഷം ഈ നടക്കുന്ന യോഗങ്ങളിൽ പോലും വന്നെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് ഏറ്റവും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ഒക്കെ നേരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഉള്ള ദുഃഖം കൂടി ചേർത്ത് വയ്ക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള അഗൈതവമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം. അലീന വർഗീസ്, വൈസ് പ്രസിഡന്റ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ചേട്ടൻ, പ്രസിഡന്റ് ചേച്ചി, മറ്റു ജനപ്രതിനിധികളെ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, എന്ത് പറഞ്ഞാലും മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ.
ഇപ്പോഴും കണ്ട് മിണ്ടാൻ പറ്റിയില്ലെങ്കിലും കാണുമ്പോൾ വിളിക്കുന്ന കൊച്ചേ എന്നുള്ള വിളിയും ഓരോ കാര്യങ്ങൾ പറച്ചിലും അതൊന്നും മറക്കാനും പറ്റുന്നില്ല. ഞാൻ കേട്ടറിഞ്ഞ 10-21 വയസ്സിൽ നമ്മുടെ ഇവിടെ ചുമട്ടുതൊഴിലാളിയായിട്ട് ജോലിയെടുക്കാൻ തുടങ്ങിയതാണ് ഇങ്ങനെ കണ്ണൻചേട്ടൻ പറഞ്ഞു. അന്ന് മുതൽ ചെറുപ്രായത്തിൽ മുതൽ തന്നെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പോഴും അറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും അവളുടെ കാര്യത്തിലും എല്ലാം നല്ല രീതിയിൽ അവളെ കൊണ്ടുപോയി കഴിഞ്ഞ ഇടയ്ക്ക് തന്നെയും അവളുടെ കണ്ണിൻ്റെ ഇതിന് അങ്കമാലി കൊണ്ടുപോവുകയും അങ്ങനെയുള്ള ചെറിയ ദുഃഖങ്ങളും കാര്യങ്ങളും ചേട്ടനും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ CSDS എന്ന പ്രസ്ഥാനത്തിൽ ചേട്ടൻ്റെ ഒപ്പം പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു എന്ന്. തോമസ് വിജയ് CSDSന്റെ തൊഴിൽ താലൂക്ക് പ്രസിഡന്റ്. ദൈവം തൻ്റെ സ്വന്തം പുത്രരെ നേരത്തെ ചേർക്കപ്പെടുമെന്നാണ് ദൈവജനം പറയുന്നത്. അത് ആത്മീയവിശുദ്ധി കൊണ്ട് തന്നെയല്ല, തൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ. ശ്രീ മാധവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം CSDS പ്രസ്ഥാനത്തിലൂടെ ആണ് എനിക്ക് പരിചയമുള്ളത്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ തൊഴിൽ താലൂക്കിൻ്റെ വിവിധ മേഖലകളിൽ സജീവമായി പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ആത്മബന്ധം പ്രവർത്തിക്കുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു ശ്രീ മനോജ്. മനോജിനെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട CSDS പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം മുമ്പോട്ട് വെച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ച ആ മേഖല ഞങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ അദ്ദേഹം പുലർത്തിപ്പോകുന്ന ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൊക്കെ തന്നെ പല വിയോജിപ്പുകളും കലഹങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ എല്ലാവരുമായിട്ട് സ്നേഹിച്ച് ഇടപഴകി പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ മനോജിൻ്റേത്. കുടുംബം പുലർത്തുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. മറ്റെല്ലാ സാംസ്കാരിക മേഖലകളിലും വ്യക്തിപരമായിട്ട് എല്ലാവർക്കും മനോജിനെക്കുറിച്ച് അറിയാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. ഈ അവസരത്തിൽ ദുഃഖാപ്രായികളെ മനോജിൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധുഭാവികളെയും എല്ലാം ദുഃഖത്തിൽ പങ്കുചേരുന്നു. CSDSന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും താലൂക്ക് കമ്മിറ്റിയുടെയും സംഘടന ആകെ തന്നെ ഉള്ള എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. TK മോഹനൻ, CPM ഏരിയ കമ്മിറ്റി. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ കൂടിയായിട്ടുള്ള മനോജിൻ്റെ വേർപാട് നമുക്ക് നമ്മുടെ നാടിനും സഹിക്കാവുന്ന കാര്യമല്ല. ഈ ആകസ്മികമായ മരണം നമുക്കറിയാം. മനോജിനെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട വർഷത്തെ വ്യക്തിബന്ധം ഉണ്ട്. ഇവിടെ ആദ്യഘട്ടത്തിൽ പൊതുരംഗത്ത് വരുമ്പോൾ CPMന്റെ പ്രവർത്തകനായും പിതാവിനെ മുട്ടന്തവളിലെ ചുമട്ടുകളായ പിതാവിൻ്റെ ജോലി മകൻ മനോജ് ഏറ്റെടുത്തുകൊണ്ട് ടൗണിൽ വരികയും ചുമട്ടുതൊഴിലാളി രംഗത്ത് നിറസാന്നിധ്യമായി നിന്ന് CITUവിൻ്റെ പ്രവർത്തകനായി മുട്ടൻ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ച ദീർഘകാല ബന്ധമാണ് മനോജുമായി ഉള്ളത്, ആ കുടുംബവുമായി ഉള്ളത്. തീർച്ചയായും നമുക്ക് വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം പല ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ വെച്ച് എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി എല്ലാവരോടും വളരെ സൗമ്യമായി മാത്രമേ മനോജ് ഇടപെടാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. മനോജിൻ്റെ അടുത്ത് ഇടപെടുന്ന ആളുകൾ
തീർച്ചയായും മനോജുമായി കൂടുതൽ അടുപ്പം കാണിക്കുവാനേ കഴിയുള്ളൂ. അതുപോലെ സൗമ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതിനുശേഷം ഇവിടെ CITയിലും CPMലൊക്കെ പ്രവർത്തിച്ചതിന് ശേഷവും AITC യൂണിയനിൽ പോയി. അതിനുശേഷം മറ്റ് CSDS അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും ആ വ്യക്തിബന്ധങ്ങളും ഒക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പോയ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ വേർപാട് നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഞാൻ തൊടുപുഴ മീറ്റിംഗ് സമയത്താണിത് അറിയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മനോജിൻ്റെ വേർപാട് ഇന്ന് ഈ നാട്ടിൽ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളിലും തളം കെട്ടി നിൽക്കുകയാണ്. അതിലുപരി കുടുംബാംഗങ്ങളും അതീവ ദുഃഖത്തിലാണ് എന്ന് നമുക്കറിയാം. തീർച്ചയായും മനോജിൻ്റെ വേർപാട് ഇവിടെ പൊതുരംഗത്ത്, പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ്റെ വിയോഗം ഒരു തീരെ നഷ്ടമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും CPMൻ്റെ എന്ന പ്രസ്ഥാനത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഐസക് ജോർജ്, കേരള കോൺഗ്രസ്. നമ്മുടെ മനോജിൻ്റെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ആത്മാർത്ഥ സുഹൃത്ത് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഈ നിര്യാണത്തിൽ ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. KA സന്തോഷ്, DC മെമ്പർ. നമ്മുടെ ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കൊണ്ടിരുന്നു. മനോജിന് നല്ല നൃത്തം ചെറുപ്പം മുതലുള്ള നമുക്ക് പരിചയം എനിക്കുണ്ടായിരുന്നു. അതിനപ്പുറം ഞാൻ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ മുട്ടം പഞ്ചായത്ത് AITC എന്ന ചുമട്ട് തൊഴിലാളി യൂണിയൻ്റെ നേതാവ് കൂടിയായിരുന്നു. ഞാൻ ഓർക്കുമ്പോൾ ആ യൂണിയനിലെ MH ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ള കാലം ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ കോട്ടക്കര ബ്രാഞ്ചിലെ മെമ്പറായി വന്നു, സെക്രട്ടറിയായി. ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരികയും 2011 പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തെ പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കുകയുണ്ടായി. ആ 3 വർഷക്കാലം അദ്ദേഹം നമ്മുടെ അടുത്ത് നന്നായിട്ട് പ്രവർത്തിച്ചു. AITCയുടെ ചുമട്ടുതൊഴിലാളി നേതാവ് വഴി നന്നായിട്ട് നല്ല പ്രവർത്തിച്ചു. ഇത് ചില സാങ്കേതിക കാരണങ്ങൾക്ക് അദ്ദേഹം ആ 3 വർഷത്തിന് ശേഷം മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ നമ്മളുമായിട്ടൊക്കെ നല്ല ലോകത്തിൽ നല്ല ബന്ധത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നൊരു CSDSൻ്റെ നേതാവായി, അതുപോലെ തന്നെ ഇപ്പോൾ INTUCയുടെ ഇവിടുത്തെ ചുമട്ടുതൊഴിലാളിയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ മിനിക്കാന്ന് വൈകുന്നേരം പതിവില്ലാതെ ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളിപ്പോൾ സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. വിശേഷിച്ച് സനികുമാറുമായിട്ടൊരു പ്രത്യേക സ്നേഹബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പീരുമേട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഞാൻ പറഞ്ഞത് അത് പ്രത്യേകിച്ച് സംഭവിച്ചതല്ല. കേരളത്തിൽ മൊത്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് മാത്രമാണ് അവിടെ ഒരു തോൽവി ഉണ്ടായത് എന്ന് ഞങ്ങൾ പറയുകയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് തിരികുകയും ഉണ്ടായത്. പിറ്റേ ദിവസം രാജഗിരിയിൽ ഞാനൊരു ചെക്കപ്പുമായി ബന്ധപ്പെട്ടവിടെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം മരിച്ചത് എന്നുള്ള വിവരം അറിഞ്ഞത്. അപ്പോൾ ആ 3/4 മണിക്കൂറോളം, പതിവില്ലാതെ 3/4 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ആ സംസാരിച്ച വാക്കുകൾ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഓർത്തപ്പോൾ ഈ വിഷമം തോന്നി. അപ്പോൾ വളരെ ദീർഘകാലമായിട്ടുള്ള 2-3 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം ഞാൻ നേതൃത്വം കൊടുക്കുന്ന കാൽനട പ്രചരണം വരെ യാത്ര വരെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ നല്ല സജീവമായി തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഏത് വിഷയത്തിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയുന്ന മനോജിനോട് സംസാരിച്ച് നമ്മൾ ആദ്യമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ചിരിയാണ് ആദ്യം നമുക്ക് സമ്മാനിക്കുന്നത്. അത് ദേഷ്യപ്പെട്ട ഒരു സംസാരമില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സുഹൃത്തായ
നമ്മുടെ ഒരു അനുജന് നമ്മുടെ കൂടപ്പിറപ്പായ ഒരു സഖാവ് എന്ന് തന്നെ പറയുന്നതാണ് ശരി. ആ സഖാവിന്റെ വേർപാടില്ല ഈ മുട്ടത്തിലുള്ള എല്ലാവർക്കും അകാലമായി ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ആ ദുഃഖത്തിലും പങ്കുചേർത്തുകൊണ്ട് CPIക്ക് ജില്ലാ കൗൺസിലിന് വേണ്ടിയുള്ള എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സമദ് എന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് സ്റ്റാഫ്. നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രിയ നാട്ടുകാർ, സഹോദരന്മാർ, എൻ്റെ പ്രിയ സുഹൃത്താർന്നു, പ്രിയ കൂട്ടുകാരനായിരുന്നു, കൂടപ്പുറപ്പാർന്നൂടെ പറയാം. ഇന്നലെ വരെയും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. നാളേക്ക് പുള്ളി പണിയാൻ ഞങ്ങൾക്കില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട്. എങ്കിൽ പോലും ഒരുപാട് ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം മുട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ ടിമ്പർ വർക്കേഴ്സ് യൂണിയന്റെ പേരിലും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോസിൽ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് നമ്പർ തൊടുക. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനയോടുകൂടിയാണ് മനോജ് ചേട്ടൻ്റെ ഈ യോഗത്തെ നോക്കിക്കാണുന്നത്. DYFIയുടെ മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലയളവിലാണ് ഞാൻ ചെങ്ങന്നൂർ ITയിലെ പഠനത്തിന് ശേഷം മുട്ടത്തെത്തുന്നത്. അവിടെ നിന്നോട്ട് വളരെ തീവ്രമായ അടുത്ത ബന്ധം സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു മനോജേട്ടൻ. ഒരുമിച്ച് ഒരുപാട് തവണ റെഡ് വോളണ്ടിയേഴ്സായിട്ടും അതുപോലെ എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു ബന്ധം പിന്നീട് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും വ്യക്തിപരമായ ഒരു ബന്ധം, ഊഷ്മളമായ ഒരു ബന്ധം എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ പോലും തീർച്ചയായും ആ തെരഞ്ഞെടുപ്പിൽ എന്നേക്കാൾ എൻ്റെ വിജയം ഉറപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മനോജ് എന്ന് ഞാൻ ഓർക്കുകയാണ്. കാരണം കാക്കൊമ്പ് സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ ഇളയ കുട്ടി പഠിക്കുന്നത്. എൻ്റെ കുട്ടികൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മനോജേട്ടൻ്റെ കുട്ടികൾ 1ാം ക്ലാസ്സിൽ ഇളയ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവിടെ വന്ന് ആ സമയത്ത് കാണുന്ന അവസരങ്ങളിലെല്ലാം വളരെ സ്നേഹത്തോടുകൂടി മാത്രം, ഏറ്റവും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച, എന്നും സ്നേഹം പകർന്നു നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മനോജ്. ഒരു സമയത്ത് എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ ശ്രീ മനോജിനെ പോലെയുള്ള ആളുകൾ ഈ മുട്ടം ടൗണിലുണ്ട് എന്നുള്ളൊരു ധൈര്യം വളരെ ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും കൂടെ ഒരു ശക്തിയായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ ഏത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏത് സംഘടനയുടെ ഭാഗമായി പിന്നീട് മാറിയെങ്കിലും എല്ലാ കാലഘട്ടത്തിലും ആ സ്നേഹം നിലനിർത്തിയിരുന്നു എന്നുള്ളത് ഓർക്കുകയാണ്. ഏതായാലും മനോജേട്ടന്റെ വേർപാടിൽ ഏറ്റവും തീവ്രമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. BGC സംഘർ പ്രസിഡന്റ്, മർച്ചന്റ് അസോസിയേഷൻ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയമുള്ളവരെ, സ്നേഹനിധിയായ നമ്മുടെ മനോജ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ആ വേർപാടിൽ കവിളുണ്ടാക്കുന്ന ആഴം എന്തുവരെ ആണ് എന്ന്. കാരണം നമ്മൾ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിരിക്കുന്ന മുഖമായിട്ട് മാത്രമേ അദ്ദേഹം ഞങ്ങളുടെ എല്ലാവരുടെയും അടുത്ത് വരാറുള്ളൂ. എന്ത് സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. തന്നെയുമല്ല, ഞാനെപ്പോഴും പറയും, ഏതാവശ്യത്തിനും എന്ത് കാര്യത്തിനാണെങ്കിലും മനോജിൽ നിന്ന് നീട്ടി വിളിച്ചാൽ ഓടി വരിക, എന്നാ വിളിച്ചാട്ടെ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആയി മാറുകയും ചെയ്തയാളാണ് മനോജ്. ആ മനോജിൻ്റെ വേർപാടിൽ മുട്ടം മർച്ചന്റ് അസോസിയേഷന്റെ ആദരം അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. റജി ഗോപി, മുട്ടം ഗ്രാമപഞ്ചായത്ത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളെ, മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ,
പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം പ്രിയപ്പെട്ട നമ്മളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കൊച്ചനിയൻ, അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനയോടെയാണ് നമ്മൾ ഇന്നലെ രാവിലെ അറിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം മുട്ടം പഞ്ചായത്തിൽ എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം ഇവിടെ സംസാരിച്ച പലരും വളരെ വിശദമായി സംസാരിച്ചു. ഒരു സാധാരണക്കാരൻ്റെ വേർപാട് നമുക്കറിയാം. ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന വേദന നമ്മളെല്ലാവരും ആ വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അനുശോചനങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അതുപോലെ അനാഥമായ അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രദ്ധയും നമ്മളുടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മനോജിൻ്റെ കുടുംബത്തിൽ ഉണ്ടായ വേർപാടിലും എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടോമി മൂഴിക്കുഴി, കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി. ഈ യോഗത്തിൻ്റെ അനുശോചന യോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ ജോജിറ്റ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ടെസി സതീഷ്, വൈസ് പ്രസിഡന്റ് അലീന വർഗീസ്, എനിക്ക് മുമ്പ് സംസാരിച്ച CPM-ൻ്റെ നേതാവ് TK മോഹനൻ, CPI-യുടെ നേതാവ് KS സന്തോഷ്, ഈ യോഗം, ഈ അനുശോചന യോഗം സെമിത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ ബോഡി അച്ഛൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആലോചിച്ച് എല്ലാവരെയും വിളിക്കുകയും ചെയ്ത് ഈ യോഗത്തെക്കുറിച്ച് ആലോചിച്ച് യോജിക്കും പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റുമായ NK ബിജു, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന മർച്ചന്റ് അസോസിയേഷന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബിജു ശങ്കർ, അദ്ദേഹം പറഞ്ഞു, എന്താണ് എന്ന് ചോദിച്ചാൽ മർച്ചന്റുമായി എന്നും കെട്ടിടോട് തൊഴിലാളിയുമായി ചില ആളുകൾ കൂലി കുറച്ചു കൊടുക്കുവാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും. ചിലരുമായി തർക്കമുണ്ടാവും. ചില സാധനങ്ങൾ ഇറക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും സൗമ്യനായ ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നത്. അത് മനോജായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും ഈ വേദിയിലേക്ക് നോക്കുന്ന പ്രിയങ്കരായ നാട്ടുകാരെ, അതുപോലെ വ്യാപാരി സുഹൃത്തുക്കളെ, ഈ യോഗത്തിലിരിക്കുന്ന ആളുകളെ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തോടുള്ള ഈ നാടിന്റെ കരുതലും എന്താണ് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം എന്താണ് എന്ന് ഈ യോഗം കണ്ടാൽ മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം ഇന്നലെ രാവിലെ എന്തെല്ലാം പ്രതീക്ഷയോടുകൂടിയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു പണിക്ക് പോകുന്നത്. ഭാര്യയെയും മക്കളെയും അമ്മയെയും അച്ഛനെയും എല്ലാം കൂട്ടുകുടുംബമായി ജീവിക്കുന്ന അദ്ദേഹം എത്രയോ പ്രതീക്ഷയോടുകൂടി നല്ല രീതിയിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പള്ളിയിൽ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയും കൂടെ ഇറങ്ങുമ്പോൾ വണ്ടിയുമായി വന്ന അദ്ദേഹം ഏറ്റവും ആദ്യം അവരെയും ചേർത്ത് പള്ളിയിൽ നിന്ന് പോകുന്ന ഒരു കാര്യം ഞാൻ പല ദിവസങ്ങളും പല ഞായറാഴ്ചകളും ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ ഇടവകയുടെ കരുതൽ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രിയങ്കരനായ വികാരിയച്ഛൻ, ഇവിടുന്ന് പോയ വികാരിയച്ഛൻ ഇവിടെ വന്ന് അദ്ദേഹത്തോടുള്ള സ്നേഹാദരവോടുകൂടി ആ കർമ്മങ്ങളിൽ അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹം ആ വികാരിയച്ഛനും ഈ ഇടവക സമൂഹത്തിനുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നാട്ടിലുള്ള മറ്റാളുകൾക്കും അദ്ദേഹത്തോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ അനുശോചന യോഗത്തിലും ഈ മൗനജാഥയിലും പങ്കെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഈ ജോജിറ്റും പ്രിയങ്കനായ NK ബിജുവും ചേർന്ന് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അവരെ ഈ നാട്ടില് അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും അതുപോലെ ഈ നാടിനോടും ഉള്ള ആ അദ്ദേഹത്തിന്റെ ദുഃഖത്തിലും ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രം അറിയിച്ചു നിൽക്കുന്നു. അജയൻ താന്നിക്കാമറ്റം, പ്രസിഡന്റ് മുട്ടം ഡെവലപ്മെന്റ് സൊസൈറ്റി.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മുട്ടത്തെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, സുഹൃത്തുക്കൾ, വേദനയുള്ള ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മനോജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സൗമ്യനും അതുപോലെ തന്നെ മാന്യനും നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഒരു 30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ഞങ്ങളൊക്കെ അംബേദ്കറൈറ്റ് ചിന്തകളുമായി സാമൂഹ്യ പ്രവർത്തനം, സമുദായ പ്രവർത്തനം നടത്തുന്ന കാലത്ത് മനോജിനെയൊക്കെ ഞങ്ങൾ പലപ്പോഴും കണ്ട് സംസാരിക്കുന്നതിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മൊത്തത്തെ അംബേദ്കറൈറ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തുകയും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുട്ടത്ത് സജീവമായി സാമൂഹ്യ പ്രവർത്തകർ സുദൃഢമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മനോജിൻ്റെ മരണം ഇത് ഒരു സാമൂഹിക മുന്നറിയിപ്പാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായി കായികാധ്വാനം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 45 വയസ്സിനോടടുത്ത് പ്രായമുള്ള അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ജീവൻ പൊലിയാൻ കാരണം എന്താണെന്നാണ് പരിശോധിക്കുക. നമ്മളെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന നമ്മുടെ അശ്രദ്ധയും അതുപോലെ തന്നെ ശരീരം പോലും നോക്കാതെ അധ്വാനം, നമ്മുടെ ജീവിതം പ്രാരാബ്ധങ്ങൾക്ക് ശരീരം പോലും നോക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. ശരിക്കും ജീവിതശൈലി രോഗങ്ങൾ ഒരു മനുഷ്യനെ ഏതു തരത്തിൽ ബാധിക്കും എന്ന ഒരു മാതൃകയായി നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഈ മനോജിൻ്റെ അകാലമായ വിടവാങ്ങലാണ്. ശരിക്കും അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും നമ്മുടെ ജീവിത രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ശാരീരികമായി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇനി മുമ്പ് റജി നമ്പർ പറഞ്ഞതുപോലെ ഇതൊക്കെ ബാക്കി വെക്കുന്ന ഒരു സംഭവമുണ്ട്. അനാഥമായ കുടുംബം, 2 ചെറിയ പെൺമക്കൾ, ഭാര്യ, അവരുടെ കുടുംബം, ആരോഗ്യപരമായി തന്നെ വളരെയധികം പിന്നാക്കം നിൽക്കുന്ന പ്രായമുള്ള മാതാപിതാക്കൾ, ഇതൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ വരികയാണ്. നാം ഇതുവരെ മനോജിനെ കരുതിയതുപോലെ തന്നെയും ആ കുടുംബത്തെ കൂടി നമ്മളൊരു കരുതലോടുകൂടി താങ്ങാകുവാനും തണലാകുവാനും നമ്മുടെ സമൂഹം മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മനോജിൻ്റെ വേദനാജനകമായ വേർപാടിൽ 100 കണ്ണീരാശ്രത്തം പൊഴിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആൽബിൻ വടശ്ശേരി, CPM വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയ വിശിഷ്ട വ്യക്തികളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, നമുക്കറിയാം കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ട് കാലം മുട്ടത്തിലെ നിറസാന്നിധ്യമായും അതോടൊപ്പം തന്നെ ഏതൊരു വിഷയത്തിലും ചേട്ടൻ എന്ന രീതിയിലും അതോടൊപ്പം തന്നെ കുഞ്ഞനുജനെ പോലെ നിരവധിയായ വിഷയങ്ങളിൽ നമ്മളെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഒരു അഭിപ്രായം ചോദിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്നത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്ത പ്രിയപ്പെട്ട മനോജ് ചേട്ടൻ വിടവാങ്ങിയിരിക്കുകയാണ്. പ്രിയ മനോജ് ചേട്ടൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഈ മനോജ് ചേട്ടൻ്റെ വിയോഗത്തിലും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. മൈക്കിൾ പുഴയിലോൺ, INTUC മണ്ഡലം പ്രസിഡന്റ്. സ്നേഹമുള്ളവരെ, മനോജിനെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി ഈ മുട്ടത്തിലെ ചുമട്ടുതൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ആ കുടുംബത്തെയും ബന്ധുമിത്രാത്തെയും മുട്ടം INTUC മണ്ഡലം കമ്മിറ്റിയുടെ അനുശോചനം അറിയിക്കുന്നു. ശ്രീ കണ്ണൻ മനോജിൻ്റെ സ്നേഹതീരായ കൂടപ്പുറങ്ങളെ, വ്യാപാരി വ്യവസായികളെ, കൂടപ്പുറങ്ങളെ, എനിക്കറിയത്തില്ല അങ്ങനെയാണ്. എന്നാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ പണി മേടിച്ച് ഇവിടെ വന്നു, ഞാനവിടെ വന്ന് വളർന്ന് അത് ജീവിച്ചത് ഒരു തണലായും ഒരു കരുതലായും എന്നെ ജീവിച്ച എൻ്റെ മനോജ്
അവൻ്റെ എന്ത് സ്വഭാവം നമുക്ക് നോക്കുന്നില്ല. പക്ഷേ നമ്മളെ അത്ര കരുതലായിട്ട് ആ വിയോഗത്തിൽ നമുക്കിപ്പം പോയി എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെന്തായാലും 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ എന്തെങ്കിലും നോക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലാണോ ബ്ലോക്ക് പഞ്ചായത്തിലാണോ ജില്ലാ പഞ്ചായത്തിലാണോ എന്തെങ്കിലും ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്നലെ വരെ നമ്മുടെ മുട്ടത്തിൻ്റെ ഈ തെരുവിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒന്ന് കയ്യിൽ നിന്നും പൊക്കി കാണിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് മനോജ് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ ഇല്ല. അത് സത്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴാണ് ആ മനുഷ്യൻ്റെ വില എന്താണ്, ആ മനുഷ്യൻ എന്താണെന്ന് നമുക്ക് പക്ഷേ തിരിച്ചറിയുള്ളൂ. കണ്ണുള്ളപ്പോൾ ആർക്കും കണ്ണിൻ്റെ വില മനസ്സിലാകില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു മനോജ് എന്നുള്ളത്. ജീവിതത്തിൻ്റെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ അച്ഛൻ്റെ തൊഴിൽ ഏറ്റെടുത്ത് ഇവിടെ വന്നു കൂടിയിട്ടുള്ളത്. അന്ന് മുതൽ ഈ നാടിൻ്റെ ഒരു പൊതുബോധവുമായി, ഈ നാടിൻ്റെ ഒരു പൊതു ആളായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് മനോജ് എന്നുള്ളത്. എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളാണ്. ഈ അടുത്ത് കോവിഡ് സമയത്തും പ്രളയ സമയത്തൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ, ഇങ്ങനെ പല പ്രളയ സമയത്തൊക്കെ ആണെങ്കിൽ പലയിടത്തും ആളുകൾ ഒറ്റപ്പെട്ടു പോയി, ഭക്ഷണ സാധനങ്ങളില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ പെട്ടുപോയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ടീമായിട്ട് ഞങ്ങൾ കുറേയധികം ചെറുപ്പക്കാർ ഏതാണ്ട് പലയിടത്തും നമ്മൾ സാധനം കളക്ട് ചെയ്ത് ഈ പരിസരങ്ങളിൽ എത്തിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് എറണാകുളത്തൊക്കെ വന്ന് നമ്മുടെ അവിടെ ഈ കളക്ഷൻ്റെ ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കളക്ഷൻ സെന്ററിലൊക്കെ നമ്മളൊപ്പം വന്ന് ആ പ്രളയ സമയത്ത് വണ്ടി പോലും കടന്നു പോകാത്ത സമയത്ത് പെരുമഴയത്ത് ഞങ്ങളോടൊപ്പം വന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഈ മുട്ടത്ത് കൊണ്ട് ഈ സാധനങ്ങളെ കൊണ്ട് ഇവിടെ ഡംപ് ചെയ്യുവാനും അതിൻ്റെ പരിസര സ്ഥലങ്ങളിലേക്ക്, ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത്യന്തം ആവേശത്തോടു കൂടി ഞാനുണ്ട് കൂടെ, നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും എൻ്റെ സോഷ്യലും എൻ്റെ FB-യിൽ എൻ്റെ ഫോണിൽ മനോജും നമ്മൾ ഒന്നിച്ച് നിന്ന് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഫോട്ടോ ഇപ്പോഴും നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട്. അത്രത്തോളം നാടുമായി, നാടിൻ്റെ പൊതുബോധവുമായി, സമൂഹത്തിൻ്റെ എന്തെങ്കിലും പ്രയാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു മനോജ് എന്നുള്ളത്. പ്രിയപ്പെട്ട ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂണിയൻ STU, ആ STUവിൻ്റെ ടിമ്പർ യൂണിയനിലാണ് പണിതുകൊണ്ടിരുന്നത്. ഇന്നലെ എൻ്റെ ജ്യേഷ്ഠനും സമുദായക്ക് ഒരു തടിയുടെ അപ്പുറയും ഇപ്പുറയും നിന്ന് പണിതുകൊണ്ടിരിപ്പോഴാണ് നെഞ്ചിന് വിഷമമുണ്ടായി എന്ന് പറഞ്ഞ് ആ സഹോദരനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു സംഭവം. എന്തായാലും ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നമ്മളിൽ നിന്ന് ആ സഹോദരൻ വിട്ടുപിരിഞ്ഞു പോയി. നേരത്തെ അതിജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇത്രയും ആളുകൾ ഇരിപ്പുണ്ട്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു പക്ഷേ നമ്മളെല്ലാവരും കണ്ടുപോയിട്ടുള്ളതാണ്. ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പൊതുസമൂഹത്തിൻ്റെ, ഈ പൊതുബോധത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഏറ്റെടുത്ത് മനോജിനോടുള്ള ആദരസൂചകം ആ രീതിയിലേക്ക് 2 മക്കളുണ്ട്, ഒരു പ്രായമായ മാതാപിതാക്കളുണ്ട്, ഒരു ചെറിയ കുടിലുണ്ട്. ഇതൊക്കെ നമ്മളെ കൺമുന്നിൽ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാൾ മരണപ്പെട്ടാൽ 1 or 2 കൂടി വന്നാൽ ഒരാഴ്ച ഒരു അനുസ്മരണം നടത്തി നമ്മളൊന്ന് പിരിഞ്ഞു പോകും. പിന്നെ ആ മനുഷ്യൻ വിസ്മൃതിയിലേക്ക് ഇല്ലാതെയായിപ്പോയി. അങ്ങനെ ഉണ്ടാകാതെ ചേർത്ത് പിടിക്കേണ്ട ഒരാളും ഒരു കുടുംബവുമാണ് മനോജ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ഒരു ബാധ്യത ഈ സംസാരിക്കുന്ന എല്ലാവർക്കും സംസാരിച്ച് പോകുന്നതിനപ്പുറം ഒരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ബാധ്യത നമ്മളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെയും ആ പ്രിയപ്പെട്ട മനോജിന്റെ ആ സ്വപ്നങ്ങളെയും ചേർത്ത് പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അകാലത്തിൽ പൊളിഞ്ഞുപോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സുഹൃത്ത്, എൻ്റെ വാപ്പായും എൻ്റെ അത്തച്ചിയൊക്കെ ഈ ചുമടെടുത്ത് ഈ പ്രദേശത്തിരുന്ന ആളായിരുന്നു. ആ താഴെയൊക്കെ മരണത്തിൻ്റെ ഓരോ വർഷമാകുമ്പോൾ ഒരുപക്ഷെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നതിനേക്കാൾ മുമ്പ് ആ പോസ്റ്റർ എൻ്റെ അത്താടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുകൊണ്ട് പ്രിയപ്പെട്ട MH എന്ന് പറഞ്ഞ് ഇടുന്നിരുന്ന അത്രത്തോളം സൗഹൃദങ്ങളും
കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു മനോജ് എന്നുള്ളത്. ആ സൗഹൃദവും ആ സ്നേഹവും തിരിച്ച് നമുക്ക് കൊടുക്കണം. ആ കൊടുക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എന്താ പറയണേ, സങ്കടം വരുന്നുണ്ട് എങ്കിലും ഈ ആ മനോജിന്റെ യോഗത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് നിർത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയ മനോജിന്റെ ഈ അനുശോചന യോഗത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് യോഗ നടപടികൾ അവസാനിക്കുന്നു.